കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. കന്നി രാശിയിലെ പൂജാമുറി. ഇന്നത്തെ കാലയളവിൽ പുതിയ ഗൃഹം നിർമ്മിക്കുമ്പോൾ ഇരുനില കെട്ടിടങ്ങളും ബഹുനില കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. എങ്കിൽ തന്നെയും പൂജാമുറി എവിടെ വെക്കണം, എങ്ങനെ വെക്കണമെന്ന് പല ആൾക്കാർക്കും അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ പൂജാമുറി എവിടാണ്, പൂജാമുറി എവിടെ വെച്ചിരുന്നാലാണ് ധനം ഏറ്റവും കൂടുതലും, അവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലിയാലുള്ള മന്ത്രങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ശക്തി ലഭിക്കുകയും ചെയ്യുന്നത് പലരുടെ ഒരു സംശയമാണ്. അതിൽ പൂജാമുറി സാധാരണ നമ്മൾ എല്ലാ ഗൃഹങ്ങളിലും കന്നിരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. ആ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പൂജാമുറി വരുന്നതായിരിക്കും എല്ലാ ഭവനങ്ങൾക്കും ഉത്തമം. പക്ഷെ ചില ഇരുനില കെട്ടിടങ്ങളിൽ ഇപ്പം കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ആയതുകൊണ്ട് പല ഇരുനില കെട്ടിടങ്ങളിലും കണ്ടുവരുന്ന ചില പ്രവണതയുണ്ട്. സ്റ്റെയർ കേസിനടിയിൽ കന്നിമൂല വരുന്ന സമയത്ത് സ്റ്റെയർ കേസിനടിയിൽ പൂജാമുറി വെക്കുന്നത്. സ്റ്റെയർ കേസിനടിയിൽ ഒരു കാരണവശാലും പൂജാമുറി വെക്കാൻ പാടില്ല. അത് തന്നെയുമല്ല, പൂജാമുറിക്ക് ചില കൃത്യതകളോടുകൂടും നിഷ്ഠതയോടുകൂടും പൂജിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ പൂജാമുറിയിൽ വെക്കുന്ന ഈശ്വരന്മാർക്കും ചൈതന്യാവസ്ഥ ഉണ്ടാവും, അവിടെ വയ്ക്കുന്ന വിളക്കിനും ചൈതന്യാവസ്ഥ ഉണ്ടാവും. പൂജാമുറിയിൽ സാധാരണ ഗൃഹത്തിലാണെങ്കിൽ 2 തിരിയിട്ട് വിളക്ക് തെളിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കന്നിമൂലയ്ക്കുള്ള പൂജാമുറിയാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും ധനം കൊണ്ടുവരുന്നതും. തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് നമ്മുടെ കുബേരൻ്റെ സ്ഥാനവും. അത് തന്നെയല്ല, കന്നിമൂലയ്ക്ക് പൂജാമുറി വന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് നമ്മുടെ ഭഗവാന്മാരുടെ ഈശ്വരന്മാരുടെ ഒക്കെ പടം വെച്ച് അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചില ആൾക്കാർ അതേ കന്നിമൂലയ്ക്ക് തന്നെ പൂജാമുറി ഉണ്ടെങ്കിലും സൗകര്യപ്രദമായിട്ട് കിഴക്ക് ഭാഗത്താണ് ഭിത്തി വരുന്നതെങ്കിൽ കിഴക്കൊന്ന് പടിഞ്ഞാറ് വെച്ചു ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അതിനും ദോഷങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ധനസമ്പത്തുണ്ടാകുന്നതും ഐശ്വര്യം ഉണ്ടാകുന്നതും ആ കുടുംബത്തിലൊരു സ്വസ്ഥ ജീവിതം ഉണ്ടാകുന്നതും കന്നിമൂലയിലെ പൂജാമുറിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പം കന്നിമൂലയിലെ പൂജാമുറിയാകുമ്പോൾ ശുദ്ധമായ എള്ളെണ്ണ നമുക്ക് 2 നേരമാണ് സാധാരണ ഗൃഹങ്ങളിൽ വിളക്ക് തെളിക്കാറുള്ളത്. അത് പൂജാമുറിയിൽ കൃത്യമായിട്ട് കന്നിമൂല സ്ഥലത്ത് വെച്ചിട്ട് നിലയുള്ള വിളക്ക്, സാധാരണ എല്ലാവരും അതിൻ്റെ മണ്ടയ്ക്ക് പൂവുള്ളതും മയിലുള്ളതും ഇങ്ങനെയൊക്കെയുള്ള വിളക്ക് വെച്ചിട്ട് ആരാധിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതല്ല നിലവിളക്ക്, കൂമ്പുള്ള വിളക്ക് തന്നെ വെച്ച് പുതിയ എണ്ണ ഒഴിച്ച് പുതിയ തിരിയിട്ട് രാവിലെയും വൈകിട്ടും കത്തിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അത് എല്ലാ ദിവസവും വിളക്കും ദീപഭാജനവും അതിൻ്റെ താഴെ വെക്കുന്നതായിട്ടുള്ള പാത്രവും എല്ലാ ദിവസവും തുടച്ച് കഴുകി വൃത്തിയാക്കി നിറയെ എണ്ണ ഒഴിച്ച് 2 തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് കത്തിക്കുന്നതായിരിക്കും ധനവും ഐശ്വര്യവും കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. വൈകുമ്പാട് സമയത്താണെങ്കിലും എള്ളെണ്ണയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സന്ധ്യയ്ക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാനും ഏത് കാര്യം ഒരു സാധ്യാവസ്ഥയ്ക്ക് വേണ്ടിയാണ് ചില വീടുകളിലൊക്കെ നെയ്യൊഴിച്ച് സന്ധ്യത്തിരി കത്തിക്കാറുള്ളത്. നെയ്യൊഴിച്ച് കത്തിക്കുന്നതും പ്രാധാന്യമേറെയാണ്. അത് സ്ഥിരം കത്തിക്കാൻ പാടില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാരണം സ്ഥിരം കത്തിക്കുവാണെങ്കിൽ എല്ലാ ദിവസവും അത് തന്നെ കത്തിക്കണം. ഇന്നത്തെ കാലയളവ് അനുസരിച്ച് എല്ലാവർക്കും നെയ്യൊഴിച്ച് കത്തിക്കാനുള്ള ഒരു മാർഗാവസ്ഥ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ കത്തിക്കുന്നവരും ഉണ്ട്. അങ്ങനെ കത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും ധനം വരും. അതുപോലെ കാര്യസാധ്യങ്ങൾ, ഒരു ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം, ധനസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, നമ്മൾ കടബാധ്യതകൾ ഏറി വരിക, ലോണുകൾ ഏറി വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്, ഒരു ദോഷങ്ങളൊക്കെ മാറി നിൽക്കാനായിട്ട് കന്നിരാശിയിൽ ഇങ്ങനെ വിളക്ക് തെളിച്ചാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗ്ഗം. അത് തന്നെയല്ല, ത്രിസന്ധ്യ സമയത്ത് കന്നിമൂലയ്ക്ക് വിളക്ക് തെളിച്ച് പടിഞ്ഞാറ് ഭാഗത്തോട്ട് തിരിഞ്ഞിരുന്ന് ഈശ്വരനെ നന്നായിട്ട് വിളിക്കുകയും നാമജപം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്ധ്യാസമയത്ത് കന്നിമൂലയ്ക്കൊരു പവറുണ്ട്.
ആ പവറും ഈശ്വരനെ വിളിക്കുന്ന നാമജപവുമായിട്ട് അക്ഷരങ്ങളുമായിട്ടൊരു പവറുണ്ട്. ആ 2 പവറും കൂടെ കൂടുമ്പോൾ ആ കുടുംബത്തിൽ, ആ വീട്ടിൽ ഒരു ഐശ്വര്യാവസ്ഥ. വിളക്ക് തെളിക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകും. എള്ളെണ്ണ ഒഴിച്ച് 2 തിരിയിട്ട് വിളക്ക് ഒന്ന് കിഴക്കും പടിഞ്ഞാറും ദിവർത്തിൻ ധനവർദ്ധിത. 2 തിരിയിട്ട് കഴിഞ്ഞാൽ ധനത്തെ വർദ്ധിക്കപ്പെടുമെന്നാണ് പറയപ്പെടുക. ധനവും ഐശ്വര്യവും വർദ്ധിക്കുക, അവിടെ മഹാലക്ഷ്മി വാഴുക, വാക്കുകൊണ്ട് പോലും അന്യോന്യം ഒരു പരസ്പര വിദ്വേഷം ഉണ്ടാകാതിരിക്കുക, ആ കുടുംബത്തിലൊരു സമാധാനവും സ്വസ്ഥതയും ലഭിക്കുക. പിന്നെ സന്ധ്യസമയത്ത് നാമം കൂടെ ജപിച്ചു കഴിയുമ്പോൾ മന്ത്രോച്ചാരണം എപ്പോഴും വീടുകളിൽ ഏറ്റവും നല്ലതാണ്. ക്ഷേത്രത്തിലും നല്ലതാണ് മന്ത്രോച്ചാരണം. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് നാമജപ ഉത്തമം. അവിടെ ചെന്ന് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയാതെ നാമം മാത്രം ജപിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. ആ നാമജപം കൊണ്ട് അന്തരീക്ഷത്തിലെ അല്ലെ പ്രപഞ്ചത്തിനെ പോസിറ്റീവ് എനർജി ആക്കി അവിടെ ഇരിക്കുമ്പോൾ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമില്ലാതെ നീങ്ങുകയും ചെയ്യാൻ പൂജാമുറി പടിഞ്ഞാറ് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയിൽ സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അത് നല്ലൊരു വാസ്തുശാസ്ത്രജ്ഞനെ കണ്ട് നോക്കിയതിന് ശേഷം കന്നിമൂലയ്ക്ക് പൂജാമുറി വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ധനങ്ങൾ ഉണ്ടാക്കി തരുവാനും ആ ധനസമ്പത്ത് വെച്ചാൽ കടമില്ലാതെ സ്വസ്ഥമായിട്ട് ആ ഒരു കുടുംബജീവിതം സ്വസ്ഥമായിട്ട് ഒരു അലച്ചിലുമില്ലാതെ ജീവിക്കാനുള്ള ഒരു മാർഗാവസ്ഥ കന്നിമൂലയ്ക്ക് വിളക്ക് തെളിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യന്മാരുടെ മതം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.